ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ക്രിസ്മസ് ക്രാഫ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ, ഒരു DIY ക്രിസ്മസ് ട്രീ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ പച്ച കളറിലെ തോരണം, ഫെവിക്വിക്ക്, കാർഡ്ബോർഡ്, അതുപോലെ നമ്മളുടെ ടേപ്പ്. അപ്പോൾ ഇനി നമ്മളിതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാർഡ്ബോർഡിനകത്ത് ഇതുപോലത്തെ ട്രയാങ്കിൾ ഷേപ്സ് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെല്ലോ ടേപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ രണ്ട് കാർഡ്ബോർഡ് ഒന്ന് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സെല്ലോ ടേപ്പ് എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ബ്രൗൺ കളർ പാക്കിംഗ് ടേപ്പാണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് കളർ ടേപ്പായാലും കുഴപ്പമില്ല, ഒട്ടിയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതുപോലെ സൈഡ് പീസുകൾ തമ്മിലൊന്ന് ചേർത്ത് വെച്ചിട്ട് സെല്ലോ ടേപ്പ് കൊണ്ട് നല്ലപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു 10 വീഡിയോ ആണ് ഈ ഒരു ക്രാഫ്റ്റ് സീരീസിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ ഒന്നാമത്തെ വീഡിയോ ആണ്. ഈ ഒരു ക്രിസ്മസ് ട്രീ ആദ്യം ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ ഡെക്കറേഷൻ ഐറ്റംസ് ആണ് നമ്മൾ ബാക്കി ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ 3 സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ഈ പീസുകൾ ഓരോന്നും ജോയിൻ ചെയ്തെടുക്കുന്നത്. ഇനി ഈ 2 പീസിലോട്ട് നമുക്ക് ബാക്കിയുള്ള പീസുകൾ, അതായത് മൊത്തം നമ്മൾ 4 പീസാണ് യൂസ് ചെയ്തിരിക്കുന്നത് കാർഡ്ബോർഡിൻ്റെ. നിങ്ങൾക്ക് കട്ടിയുള്ള ഇപ്പോൾ കാർഡ്ബോർഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാർട്ട് പേപ്പർ ആണെങ്കിലും മടക്കിയിട്ട് കോൺ പോലാക്കി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ കാർഡ്ബോർഡ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. അപ്പോൾ ബാക്കിയുള്ള പീസുകളും കൂടി നമുക്കിതിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ 4 പീസും നമ്മുടെ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനിയെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫൈനലായിട്ട് 4ഉം കൂടെ ചേർത്ത് നമ്മളൊരു കോൺ ഷേപ്പിലോട്ടൊന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മുടെ കോൺ ഷേപ്പ് റെഡിയാക്കി എടുത്തത്, നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഷേപ്പ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇതിലോട്ട് നമ്മളുടെ ആ ഗ്രീൻ കളർ, പച്ച കളറിലെ ആ ഒരു തോരണം നമ്മൾ ചുറ്റി കൊടുക്കാനായിട്ട് പോവുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ്ങിന് 40 രൂപയായതാണ് ഈ ഒരു തോരണത്തിന്. ഇതല്ലാതെ നമുക്ക് 15 രൂപ പീസിൻ്റേതും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടൊരു ക്രിസ്മസ് ട്രീ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ പച്ച കളറിലെ ആ ഒരു തോരണം നമ്മളുടെ ഈ ഒരു കോണിൻ്റെ മണ്ടയ്ക്കോട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ശകലമൊന്ന് വെച്ചിട്ട് നമ്മുടെ സെല്ലോ ടേപ്പ് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചുറ്റി എടുക്കാം. നമ്മുടെ കാർഡ്ബോർഡ് ഒന്നും പുറത്ത് കാണാത്ത പോലെ നമുക്ക് നല്ലപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. എനിക്ക് ഇതുപോലത്തെ ഇപ്പോൾ 2 ടൈപ്പാണ് എടുത്തിരിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു സിൽവർ മിക്സും കൂടെ ഉള്ളതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പച്ച കളറിലെ തോരണം കൊണ്ട്, അല്ല നിങ്ങൾക്ക് സിൽവർ കളറാണെങ്കിൽ അതും നല്ലതാണ്, പച്ചയും സിൽവറും മിക്സ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫുള്ളായിട്ട് റൗണ്ടിലൊന്ന് ചുറ്റി എടുക്കാം. ചുറ്റുമ്പോൾ അടുപ്പിച്ച് ചുറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളുടെ കാർഡ്ബോർഡൊന്നും പുറത്ത് കാണാത്ത പോലെ. അപ്പോൾ ഇതുപോലത്തെ 2 പീസാണ് എനിക്ക് ഇത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാനായിട്ട് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളുടെ ക്രിസ്മസ് ട്രീ ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ ക്രാഫ്റ്റ് ഡേ 1 ക്രിസ്മസ് ട്രീ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്കുള്ള ഡെക്കറേഷൻ ഐറ്റംസ് ആണ് നമ്മൾ ബാലൻസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഡേ 1 ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഇതാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.